ഒരു പരിഹാരവുമില്ലാതെ CM വിത്ത് മീ നിർത്തിക്കൂടെയെന്ന് പരാതിക്കാർ. പരിഹാരം ഉറപ്പെന്ന പേരിൽ ആരംഭിച്ച CM വിത്ത് മീ അഥവാ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പൊതുജന പരാതി പരിഹാര സെന്ററിൽ നൂറുകണക്കിന് പരാതികൾ പരിഹാരമില്ലാതെ കെട്ടിക്കിടക്കുന്നതായി പരാതി. ജനങ്ങളെ പരിഹാസ്യരാക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. പരാതി നൽകിയവരെ 48 മണിക്കൂറിനുള്ളിൽ സ്വീകരിച്ച നടപടി സംബന്ധിച്ച് വിവരം അറിയിക്കുമെന്നാണ് CM വിത്ത് മീയിൽ നിന്നും കിട്ടുന്ന വിവരം. എന്നാൽ പരാതിക്കാർക്ക് റഫറൻസ് നമ്പർ ലഭിക്കുന്നതല്ലാതെ നൽകിയ പരാതികളിൽ ഒരു പരിഹാരവും ലഭിച്ചിട്ടില്ലെന്നുള്ളതാണ് വിവിധ ജില്ലകളിലെ പരാതിക്കാർ ആരോപിക്കുന്നത്. പരാതിക്കാരുടെ ആവലാതികളിൽ പലതും പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ കെട്ടിട നിർമ്മാണ ലേബർ സെസ് നിർണയ അപാകത, അനുമതിയില്ലാതെയുള്ള നിർമ്മാണങ്ങൾ, സർക്കാരിനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം, കേസ് സ്മാർട്ട് പരാതികൾ, ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതിൽ കാണിക്കുന്ന വീഴ്ചകൾ, വാളയാർ HIV പരിശോധനാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത, മലപ്പുറം നെടുങ്കയം ഇരുമ്പുപാലത്തിന്റെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിൽ വനം വകുപ്പിന്റെ അനാസ്ഥ തുടങ്ങി നിരവധി പരാതികൾ തുടക്കത്തിലെ നൽകുകയാണെന്ന് പരാതിക്കാർ പറയുന്നു. ഇപ്പോഴും വിളിച്ചു ചോദിച്ചാൽ നോഡൽ ഓഫീസർ പരിശോധിക്കുന്നുണ്ടെന്ന പരിഹാസ്യ മറുപടിയാണ് കിട്ടുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പരമാവധി പരിഹാരമെന്ന ഉറപ്പാണ് 6 മാസം കഴിഞ്ഞിട്ടും പരിഹരിക്കപ്പെടാത്തത്. പരാതി പരിഹരിക്കാതെ പരിഹരിച്ചതായുള്ള അറിയിപ്പ് നൽകി പരാതിക്കാരെ CM വിത്ത് മീ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാർത്തയിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീയിലേക്ക് ആരും പരാതി അയച്ച് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കരുതെന്നാണ് പരാതി നൽകി നിരാശരായവർ അറിയിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിലും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിപ്പിക്കുക, പരാതികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സെപ്റ്റംബറിലാണ് CM വിത്ത് മീ എന്ന നൂതന പരിപാടി ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ് ഇതിന്റെ ഓഫീസ്. പൊതുജന പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും മറ്റുമായി 24 മണിക്കൂറും പ്രവർത്തനനിരതമായ സിറ്റിസൺ കോൾ സെന്ററാണ് ഇവിടെയുള്ളത്. 20 കോടിയാണ് ഇതിന്റെ നടത്തിപ്പിനായി സർക്കാർ മാറ്റിവെച്ചത്. ഒരു പ്രയോജനവും പൊതുജനങ്ങൾക്ക് ലഭിക്കാതെ ഈ പരിപാടി അവസാനിപ്പിച്ചാൽ സർക്കാരിന് ഇതുമൂലമുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് പൊതുജന അഭിപ്രായം.